ഹായ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ഇഞ്ചിക്കറിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇഞ്ചിക്കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇഞ്ചിയുടെ നല്ലൊരു ടേസ്റ്റ് ഇതിനുണ്ട്. പിന്നെ എരിവും മധുരവും പുളിയും ഒക്കെ ചേർന്നിട്ടുള്ളൊരു കറിയാണിത്. പേര് പോലെ തന്നെ ഇഞ്ചിയുടെ ടേസ്റ്റാണ് ഇതിന് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പം ഇത് പുളിയിഞ്ചിയിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസം ഇതിനുണ്ട്. ഇത് വറുത്തരച്ച് വെക്കുന്ന ഒരു ഇഞ്ചി കറിയാണ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാവുന്ന കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്കിന്ന് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്ന് കാണാം. അപ്പം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും മുന്നേ അപ്ലോഡ് ചെയ്തിട്ട് എല്ലാ വീഡിയോസും എല്ലാവരും കാണണം. കണ്ട് ഇഷ്ടമായിച്ചാൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. അപ്പോൾ ഇന്ന് ഇഞ്ചിക്കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 200 ഗ്രാം ഇഞ്ചിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് വളരെ കനം കുറച്ച് നുറുക്കിയതാണ്. വളരെ കനം കുറച്ചിട്ടാണ് നുറുക്കിയിട്ടുള്ളത്. ഇനി ഇതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ്. ഏകദേശം ഒരു 10ഓളം ചെറിയുള്ളി ഇതേപോലെ തന്നെ നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 ശർക്കര എടുത്തിട്ടുണ്ട്. ഒരു ശർക്കരയും പിന്നെ ഒരു കഷ്ണവും, പിന്നെ ഏകദേശം ഒരു 10 പച്ചമുളക് ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി, വാളൻപുളി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് നാളികേരമാണ്. ഇപ്പോൾ ഏകദേശം ഒരു മുറി നാളികേരം ഞാനിവിടെ ചിരവി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് വെളിച്ചെണ്ണയിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് വറുത്തെടുക്കണം. ആദ്യം തന്നെ ഇഞ്ചിയാണ് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഈ കറിയിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇഞ്ചിയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൽ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇഞ്ചി നന്നായിട്ട് വറുത്തെടുക്കുക. അപ്പോൾ നല്ല കനം കുറഞ്ഞ് നുറുക്കിയാലേ ഇഞ്ചി നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇഞ്ചി ഏകദേശം ആയി വരുന്നുണ്ട്. ഇപ്പോൾ ഇതാ നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിത് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ നിന്ന് ഇഞ്ചി കോരി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇതേപോലെ തന്നെ ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നവരെ വഴറ്റിയെടുക്കുക. അപ്പോൾ ഇത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നന്നായിട്ട് മൊരിയിച്ചെടുക്കുക. അപ്പോൾ അത് ഏകദേശം നമ്മുടെ ഉള്ളിയും ചെറിയ ഉള്ളിയും നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ ഇത് ചെറിയ ഉള്ളിയും ഞാനിത് ഇതേപോലെ തന്നെ കോരി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. അതും ഇതേപോലെ തന്നെ വഴറ്റിയെടുക്കുക. അപ്പോൾ അത് പച്ചമുളകും വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കോരി മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി വേണ്ടത് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള നാളികേരം ഇതേപോലെ നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം. അപ്പോൾ ഇതിൽ കുറച്ച് വെളിച്ചെണ്ണ കുറവാണെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടത് നന്നായി ചൂടായതിന് ശേഷം എടുത്തു വെച്ചിട്ടുള്ള നാളികേരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നാളികേരം വറുത്തെടുക്കാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ നല്ല വിളഞ്ഞ നാളികേരമാണെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ വിളവ് കുറവുള്ള നാളികേരമാണെങ്കിൽ കുറച്ച് സമയം എടുക്കും വറുത്തെടുക്കുമ്പോൾ. അപ്പോൾ ഇങ്ങനെ വറുത്തെടുക്കാനൊക്കെയുള്ള നാളികേരമാണെങ്കിൽ നമ്മൾ നല്ല വിളഞ്ഞ നാളികേരം എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അത് പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതിലേക്ക് നാളികേരത്തിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം നാളികേരം. എന്നിട്ട് എന്നാലേ നമുക്കത് നന്നായിട്ട് നൈസായിട്ട് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നാളികേരം നന്നായിട്ട് ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ, നന്നായി ക്രിസ്പിയായി വന്ന ഈ സ്റ്റേജിൽ നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടെ ചേർക്കാം. അപ്പോൾ നമ്മുടെ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മുളക് പൊടി കുറച്ച് ഇട്ട് കൊടുക്കുന്നുള്ളൂ, കാരണം ഇഞ്ചിയുടെ എരിവും അതേപോലെ തന്നെ പച്ചമുളകിൻ്റെ എരിവും ഉണ്ടാവും. അതുകൊണ്ട് വളരെ കുറച്ച് മുളക് പൊടിയെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മസാലയുടെ പച്ചമണം മാറണ വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഈ വറുത്ത് വെച്ച നാളികേരം നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. തണുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം മിക്സിയുടെ ജാറിലിട്ടിട്ട്. ഇപ്പം ഞാനിത് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. തണുത്തതിന് ശേഷം അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചട്ടിയുടെ പ്രത്യേകതയും കൂടെ ഞാൻ പറയാം. ഇത് കൽച്ചട്ടിയാണ്, അതായത് കരിങ്കല്ലിൽ ഉണ്ടാക്കിയിട്ടുള്ള ചട്ടിയാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ പുളിയിഞ്ചിയും ഇഞ്ചിക്കറിയൊക്കെ വെക്കാനാണ് വീട്ടിൽ ഉപയോഗിക്കാറ്. അപ്പോൾ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ പുളിയിഞ്ചിയും ഇഞ്ചിക്കറിയും വെക്കാൻ ഉപയോഗിക്കുന്ന ചട്ടിയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നോക്കാം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും പിന്നെ നമ്മുടെ ചെറിയ ഉള്ളിയും എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ട് വാളംപുളിയുടെ വെള്ളം അതൊന്ന് പിഴിഞ്ഞ് അരിപ്പയിലൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര, അതായത് ഒരു ശർക്കരയും പിന്നെ ഒരു കഷ്ണവും കൂടെ ഉണ്ട്. അത് ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ അതിൽ ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ നാളികേരം, നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള നാളികേരം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല. പിന്നെ ഈ സമയത്ത് നമ്മളിപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി തിളച്ച് വരണം. നന്നായി തിളച്ച്, ഇത് ഇങ്ങനത്തെ കൽച്ചട്ടിയിലായതുകൊണ്ട് ഇത് നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം. അപ്പോൾ അത് ആ ചട്ടിയിൽ തന്നെ ഇരുന്നിട്ട് അതിൽ ചൂട് കുറേ നേരം നിൽക്കും. അപ്പോൾ ആ ചട്ടിയിൽ തന്നെ ഇരുന്നിട്ട് നന്നായി കുറുകി വരാറുണ്ട്. അപ്പോൾ ഞാനിത് ഒന്ന് തിളച്ച് വരുമ്പം തന്നെ ഈ ചട്ടിയിലായതുകൊണ്ട് ഓഫ് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ വേറെ സാധാരണ പാത്രങ്ങളിലാണെങ്കിൽ നന്നായി തിളച്ച് കുറുകുന്നത് വരെ തന്നെ നമ്മൾ ആ പാത്രത്തിൽ തന്നെ വെക്കണം, അടുപ്പത്ത് തന്നെ വെക്കണം. ഇത് ഈ ചട്ടി ആയതുകൊണ്ട് ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ച് തണുക്കുമ്പോഴേക്കും നന്നായി കുറുകി വരും. അത് ഏകദേശം തിളച്ച് വന്നതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തു. ഇപ്പോൾ അത് ആ ചട്ടിയിൽ ഇരുന്നിട്ട് തന്നെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കിയതാണ്. അപ്പോഴേക്കും നന്നായി കുറുകി വന്നിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് ഒന്ന് വറുത്തിടും കൂടെ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുകും ഒരു 2-3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നമ്മളൊന്ന് വറുത്തിടുന്നുണ്ട്. ഇപ്പോൾ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ഇഞ്ചിക്കറി നമുക്ക് കുറേ ദിവസം നമ്മുടെ ഓണത്തിനൊക്കെ നമുക്ക് കുറച്ച് ദിവസം മുന്നേ തന്നെ ഉണ്ടാക്കി വെക്കാവുന്ന ഒരു കറിയാണിത്. പിന്നെ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു കറിയാണ്. എരിവും മധുരവും പുളിയും ഒക്കെ ചേർന്നിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അത് വറുത്തിട്ടത് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചട്ടിയിലേക്ക് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ചട്ടിയിൽ തന്നെ നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചട്ടിയിലാവുമ്പോൾ നമ്മൾ ഈ ചട്ടിയിൽ തന്നെ ഒരു 3-4 ദിവസം ഇതിൽ തന്നെ വെച്ചാലും ഇതിനൊരു കുഴപ്പം ഉണ്ടാവാറില്ല ഈ കറി ഉണ്ടാക്കുന്ന സമയത്ത്.
അപ്പോൾ ഇഞ്ചിക്കറി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിച്ചാൽ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക് യു.